സാറേ, ഈ കർണാടകയിൽ അവിടുത്തെ ചന്നഗിരി MLA ബസവരാജ് ശിവഗംഗ അദ്ദേഹം പരസ്യ പ്രസ്താവന നടത്തി. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണം. അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. എഗ്രിമെൻറ്റ് മീൻസ് ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ആക്കാം. സാധാരണഗതിയിൽ PCC പ്രസിഡന്റിനെയാണ് മുഖ്യമന്ത്രിയാക്കുന്നത്. അപ്പോൾ ഈ DK ശിവകുമാറിനെ പരിഗണിക്കണം അങ്ങനെ പറഞ്ഞ് പരസ്യമായി അദ്ദേഹം ഹൈക്കമാൻഡിനെ ഞെട്ടിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ട്. DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കുമോ അതോ സിദ്ധരാമയ്യ എന്നെ തുടരുമോ? DKനെ ആക്കും. അത് എപ്പോഴാക്കുമെന്നോ അന്ന് തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എത്തിയെന്ന് നമ്മൾ കേട്ടത്. ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു, ഒരു എന്താ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് ഫൈനലി ഒരു എഗ്രിമെന്റ് വരികയും അതിൽ ഇദ്ദേഹത്തെ 2 വർഷമോ 2.5 വർഷമോ മറ്റോ സിദ്ധരാമയ്യ കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ മാറി കൊടുക്കുന്നത്. അന്നും നിങ്ങൾ ഈ ജേർണലിസ്റ്റുകൾ ദോഷൈക തെക്കുകളാണല്ലോ. നിങ്ങൾ എന്ത് കണ്ടാലും നെഗറ്റീവ് അല്ലേ കാണും. അപ്പോൾ നിങ്ങളൊന്നും സാധ്യത ഉണ്ടാവില്ല, ഒഴിഞ്ഞു കൊടുക്കാൻ സാധ്യതയല്ല. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് കർണാടകയിൽ. അതായത് ഈ കുമാരസ്വാമി എന്ന് പറഞ്ഞ ഒരു അദ്ദേഹം ഉണ്ടല്ലോ, ഇപ്പം BJP-നോടല്ലേ, അദ്ദേഹം ഇതുപോലെ കൊണ്ട് BJP-ക്ക് ഒരു പണിയെടുത്തത്. ഇങ്ങനെക്ക് 2.5 വർഷം ടൈമിൽ BJP ഇയാളെ സപ്പോർട്ട് ചെയ്ത് ആദ്യം ഇയാളെ എടുത്തു, പിന്നെ ഇയാൾ ഒഴിഞ്ഞു കൊടുത്തില്ല, പാലം ഭരിച്ചു. അമ്മായി ടീമാണ്. അങ്ങനെ പണ്ട് മായാവതിയും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ DK ശിവകുമാറും ഈ പറയുന്ന സിദ്ധരാമയ്യക്കും BJP-യെ ഫൈറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമായതുകൊണ്ടും ഒരുമിച്ച് നിൽക്കുമെന്നും ഒഴിഞ്ഞു കൊടുക്കുന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. ഇപ്പം 2.5 വർഷം ആയിട്ടില്ലല്ലോ. 2 വർഷമായില്ല, 1.5 വർഷം ആയതേ ഉള്ളൂ. ഇതിപ്പോൾ ആ MLA പറഞ്ഞത് വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നത്. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അത് അയാളുടെ ഒരു പ്രസ്താവന, ആഗ്രഹം മാത്രമായിട്ട് കാണാം. അതേസമയത്ത് ഈ DK ശിവകുമാർ അന്ന് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ചോദിച്ചതെല്ലാം കൊടുത്താണ് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തിയത്. അദ്ദേഹം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു 3 ദിവസം ഇദ്ദേഹം ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ സമ്മർദ്ദം ചെലുത്തി. അവസാനം PCC പ്രസിഡന്റ് സ്ഥാനം, അതോടൊപ്പം ഉപമുഖ്യമന്ത്രി സ്ഥാനം, ഇഷ്ടപ്പെട്ട വകുപ്പുകൾ അതെല്ലാം കൊടുത്തിട്ടാണ് പുള്ളിയെ തിരിച്ചയക്കുന്നത്. അതോടൊപ്പം ഇദ്ദേഹം ബാംഗ്ലൂർ നഗരവികസനത്തിൻ്റെ വകുപ്പും കൂടെ അദ്ദേഹം എടുത്തു. അപ്പോൾ പക്ഷേ അദ്ദേഹത്തിന് പറ്റിയത് ഈ ബാംഗ്ലൂരിൽ വന്നപ്പോൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബാംഗ്ലൂരിലെ 4 ലോക്സഭാ മണ്ഡലങ്ങളുണ്ടായിരുന്നു, 4ഇടത്തും പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് വലിയ നാണക്കേടാണ്. ട്രാഫിക് ബ്ലോക്ക്, കുടിവെള്ള പ്രശ്നം. ഈ രാജീവ് ചന്ദ്രശേഖരൻ അവിടെ അനുസരിച്ച് പുഷ്പംപുല ഇരിക്കുകയായിരുന്നു. രാജീവ് ഇവിടെ അനുസരിച്ച് കുറേ പൈസ കളഞ്ഞത്. അവിടെ അനുസരിച്ചാൽ മതി, അവിടെ സുഖമായിരിക്കും. കാരണം അവിടെ കുടിവെള്ള പ്രശ്നമുണ്ട്, ഭയങ്കര ബ്ലോക്ക്. ആ കുടിവെള്ള പ്രശ്നം അത് വലിയ. അവിടെ ഇപ്പം മെട്രോ വന്നിട്ട് ബ്ലോക്ക് എന്ന് വെച്ചാണ്ടല്ലോ. എനിക്കറിയാം, ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് ബാംഗ്ലൂർ ഇഷ്ടമല്ല, ബ്ലോക്കാണ് കാണുന്നത്. ഭയങ്കര ബ്ലോക്കാണ് അവിടെ, നമ്മൾ പോയിട്ടുള്ള അവിടെ. അപ്പോൾ ഈ 2ാം ടൈമിൽ 1.5 വർഷമായിട്ടേ ഉള്ളൂ. ഇവർ തമ്മിലുള്ള ഒരു പോരുണ്ടായിരുന്നു, സിദ്ധരാമയ്യയും ശിവകുമാറും തമ്മിൽ. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അവർക്ക് മനസ്സിലായി അങ്ങനെ പോരടിച്ചത് കൊണ്ട് കാര്യമില്ല, ഒരുമിച്ച് നിൽക്കണം. അങ്ങനെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർക്ക് അവിടെ ഭരണം പിടിക്കാൻ പറ്റിയത്. അത് പിന്നെ കോൺഗ്രസ്സിന് നൽകുന്ന ഒരു വലിയ സന്ദേശമല്ലേ. എല്ലാ സംസ്ഥാനങ്ങളിലും നിന്നൊക്കെ നമുക്ക് ഈ പിന്നെ മധ്യപ്രദേശിൽ, രാജസ്ഥാനിൽ, പ്രത്യേകിച്ച് രാജസ്ഥാനിലൊക്കെ നിരന്തരം ഇവരങ്ങ് പോരാണല്ലോ. അതൊക്കെ ഇവർക്ക് പകർത്തിക്കൂടെ? കേരളത്തിൽ പിന്നെ അങ്ങനെ പോരെന്ന് പറയാൻ പറ്റത്തില്ല. കേരളത്തിൽ പോയ ആരോഗ്യമുള്ള ആരും ഇല്ല. സുധാകരൻ സുധാകരനാണ് കൊടുത്ത ആണായി എടുത്തത്. അപ്പോൾ സുധാകരൻ ആരോഗ്യം കുറവാണ്. പിന്നെ ഉള്ളത് BD സതീശനാണ്. BD സതീശൻ മികച്ച പാർലമെന്റേറിയനാണ്. പക്ഷേ അണികളുടെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ രമേശ് ചെന്നിത്തലിനെ പോലും അത്ര പോലും റീച്ചബിൾ അല്ലാത്തൊരു പ്രശ്നമുണ്ട്. അത് അദ്ദേഹമായിട്ട് സൃഷ്ടിച്ചെടുത്താണ്. അദ്ദേഹം ഒരു ഉയർന്ന തരത്തിൽ ചെറിയ ശശി തരൂരിനെ പോലെ സ്വയം നിൽക്കുന്ന പോലെ ഒരു ഫീല് കോൺഗ്രസ്സുകാർക്ക് തന്നെ ഉണ്ട്. അവിടെയാണ് രമേശ് മഹാനാവുന്നത്. രമേശ് കേരളമെമ്പാടും ഉള്ള കോൺഗ്രസ്. ഈ അമിത്ഷാ വന്നപ്പം നരേന്ദ്രമോദി മഹാനായി, നരേന്ദ്രമോദി വന്നപ്പം അഡ്വാനി മഹാനായി എന്ന് പറഞ്ഞ പോലെ ഈ ഇദ്ദേഹം വന്നപ്പോഴാണ് രമേശിന്റെ വില പലർക്കും മനസ്സിലായത്. പക്ഷെ ഇവർ രണ്ടുപേരും എനിക്ക് മനസ്സിലായപ്പോൾ ഞാനിവരെ എനിക്ക് പേഴ്സണൽ ബന്ധമൊന്നുമില്ല, പക്ഷെ 3 പേരെ എവിടെയൊക്കെ പല സ്ഥലത്തും വെച്ച് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പം ലീഡറിനെ പോലെയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറിനെ പോലെയോ ഒന്നും ആർക്കും പോയി മുട്ടാവുന്ന ആളുകളല്ല ഇവർ. ഇവരുടേതായ ഒരു സ്പേസിൽ നിൽക്കുന്നത് വേണു ആണെങ്കിലും എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ അങ്ങനെ എല്ലാവർക്കും പോയി മുട്ടാവുന്നതാണെങ്കിൽ അടൂർ പ്രകാശ്, സുധാകരൻ, ഇവരൊക്കെ തിരുവഞ്ചൂര്, മറ്റേ ഇവർക്ക് 3 പേർക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി ആവും നമ്മൾ കരുതുന്ന ഈ 3 പേർക്കും ഒരു സാധാരണക്കാരൻ അകലം കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ഈ വേണു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു പറയുന്നേക്കാം. വേണു കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എടുക്കാനാണ് അങ്ങനെ പറയുന്നേക്കാം. അതിൽ പിന്നെ അതുപോലെ തന്നെ ശശി തരൂരിനെ പറ്റിയുള്ള ഒരു ഇമേജാണ് ഇയാൾക്കുള്ളത്, സതീശനുള്ളത്. കാരണം കുറച്ചുകൂടി കൂടിയ ഒരാള്. ഈ മാത്യു കോയലാടനൊക്കെയുള്ള ഇമേജ് ഉണ്ട്. അത് മാത്യു കോയൽ വേറൊരു നമ്മളെ ലെവലല്ല, കുറച്ച് ഉയർന്ന ലെവലൊന്നുണ്ട്.
കാരണം രമേശ് ചെന്നിത്തല പിന്നെ ഈ പറയുന്ന പോലെ രമേശ് ചെന്നിത്തല ആളുകൾക്കൊരു അല്ല, ഈ ചെന്നിത്തല കരുണാകരന്റെ സ്കൂളിൽ നിന്ന് വന്ന ആണ്, ആളാണ്. പക്ഷേ കരുണാകരനെ പോലെ അത്ര കരുണാകരനോടൊക്കെ നമുക്കൊരു സ്നേഹം ഫീൽ ചെയ്യുന്നത്. രമേശിന് അത് ഫീൽ ചെയ്യില്ല. രമേശ് പറയുമ്പോൾ തന്നെ നമുക്ക് കൃത്രിമത്വം ഫീൽ ചെയ്യും. അതാണ് രമേശിന്റെ വലിയൊരു പ്രശ്നം. അതുകൊണ്ട് രമേശ് ആരും വിശ്വാസത്തിലെടുക്കാൻ ഭയങ്കര പാടാണ്. അതിനിടയ്ക്കൂടെ രമേശ് ചെന്നിത്തല ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവും. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ അദ്ദേഹത്തിന് അങ്ങനെ ആഗ്രഹമുണ്ട്. എനിക്ക് അറിയില്ല. ഇവിടെ രണ്ടു കൂട്ടർ, ഒന്ന് രമേശിനെ വെട്ടി വേണു ആൻഡ് മറ്റേ ഇയാള് വി ഡി സതീശൻ, സുധാകരൻ ഇപ്പം. പക്ഷെ ഇപ്പൊ സുധാകരൻ ഈ രണ്ട് സുധാകരനും സുരേന്ദ്രനും ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ആരോഗ്യം വന്ന പോലെയാണ്. രണ്ടുപേരും ഭയങ്കര എനർജൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ 3 കണ്ടന്റേഴ്സ് ഉണ്ട് ഇവിടെ. ഇതിൽ ഭാര്യ വരുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഹൈക്കമാൻഡ് ഒരു കോംപ്രമൈസ് സ്ഥാനാർത്ഥി എന്ന രീതിയിൽ വേണുവിനെ കൊണ്ടുവരാനും സാധ്യതയുണ്ട്. ഭരണം കിട്ടുവാണെങ്കിൽ പിന്നെ ബൺസ് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഈ ഗ്രൂപ്പൊക്കെ അങ്ങ് മാറും. പിന്നെ ആളുകള് ഈ സിനിമയല്ലേ രാവണപ്രഭുവിലെ മന്ത്രി പറയുന്നില്ലേ, ഇത്തിരി ഇപ്പം വന്ന് ഭരണം കിട്ടിയപ്പോ കുറെ പ്രവർത്തകരാണ് പോയി നടന്നു. അതുപോലെയാണ് നമ്മൾ കർണാടകയിലേക്ക് വന്നു കഴിഞ്ഞാല് ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞതാണ്, ആലോചിച്ച് തന്നെ പറഞ്ഞതാണ്. ഒന്ന് കിട്ടുകയാണെങ്കിൽ നല്ലത്, പോയാൽ വാക്ക് കിട്ടിയവരാണെന്ന് പറയുന്ന പോലെ നല്ലത്. ഇനി അല്ലെങ്കിൽ ഇത് ഇങ്ങനെ സംഭവം എല്ലാവരും മറന്നിരിക്കുകയായിരുന്നു. ഇത് ഉണ്ട് എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ. മാത്രമല്ല അദ്ദേഹം അർഹിക്കുന്ന സ്ഥാനവും കൂടെ ആണല്ലോ. ഇത്തവണ അനിയൻ ഇലക്ഷൻ തോറ്റല്ലേ? അനിയൻ തോറ്റു. അയാൾ സൗത്ത് കട്ട് ചെയ്ത് അങ്ങനെ എന്തോ പ്രസ്താവന കടത്തിയിരുന്നു. വേറെ രാജ്യം ഉണ്ടാക്കണോ ആ രീതി എന്തോ ഇന്ന് വന്നു എന്താ. അതൊക്കെ ശരിക്കും ഇലക്ട്രോറേറ്റ് കർണാടക എന്ന് വെച്ചാൽ ഭയങ്കര നാഷണൽ ഫീലിംഗ് ഉള്ള സ്ഥലമാണ്. കേരളത്തെ പോലും ഇങ്ങനെ എന്ന് പറയുന്ന ആളുകൾക്ക് വോട്ടിട്ടില്ല. ആന്റി നാഷണൽ എന്ന രീതി പറയുന്ന സാധനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യില്ല. ഇദ്ദേഹത്തിന്റെ അനിയൻ തോൽക്കണമെങ്കിൽ, കാരണം കഴിഞ്ഞ തവണ ഇത്രയും നെഗറ്റീവ് ആസ്പെക്ട്സ് ഉണ്ടായിട്ടും അദ്ദേഹം ജയിച്ച ആളാണ്. ഇത്തവണ തോറ്റിട്ടുണ്ടെങ്കിൽ സ്വാഭാവിക ഒറ്റ പ്രസ്താവനയായിരിക്കും. പിന്നെ അങ്ങനെ പ്രസ്താവന ഈ ദേശീയ അർണവ് ഗോസ്വാമിയുടെ മുന്നിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അറിയാലോ. അങ്ങനെ വൈകുന്നേരം ഈ ഏതെങ്കിലും കടിച്ചു കയറാൻ വേണോ? അങ്ങനെ ഇങ്ങനത്തെ ഇരയെണ്ണം കിട്ടിയാൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. അപ്പം അങ്ങനെ ആകപ്പാടെ പ്രശ്നം കോൺഗ്രസ്സുകാർ ചർച്ചയ്ക്ക് പോകുന്നില്ല, CPM ചർച്ചയ്ക്ക് പോകുന്നില്ല, ആകപ്പാടെ കുറച്ച് നിരീക്ഷകരെ പോകുന്നുള്ളൂ. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ദിവസം എൻ്റെ കൂടെ എന്തോ മുമ്പ് എന്തോ പറഞ്ഞ് എന്നോട് എന്തെങ്കിലും ഔട്ടിട്ട് ഞാൻ തിരിച്ചങ്ങോട്ട് ഔട്ടിട്ട് ഞാൻ തിരിച്ചങ്ങോട്ട് ഔട്ടിട്ട് നമുക്കെന്താ അർണവ് ഗോസ്വാമി. ഈ അർണവ് ഗോസ്വാമിന്റെ കാര്യം ഇയാൾക്ക് നല്ല ഇംഗ്ലീഷ് ആയതുകൊണ്ട് ചില ആളുകൾക്ക്, ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ പോകുന്ന ആളുകൾക്ക് ഇപ്പം നമ്മളെ ആക്സെന്റും ഇംഗ്ലീഷൊക്കെ ആയിട്ട് ഇയാൾ പറയുന്നത് പേടിയാണ്. അപ്പോൾ അവർക്ക് ഒരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ്. നമുക്ക് എന്ത് ഇൻഫീരിയറിറ്റി കോംപ്ലക്സ്? നമ്മളെ വിളിച്ച് നമ്മളറിയുന്ന ഇംഗ്ലീഷ് നമ്മൾ തിരിച്ചോട്ട് അർണവ് ഐ ആം നോട്ട് ലൈക്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം പിന്നെ എന്നെ വിളിച്ച് ഞാൻ പോകില്ല. കാരണം എന്ന് വെച്ചാൽ ഈ നമ്മളവിടെ വിളിച്ചു കഴിഞ്ഞാൽ അത് മാന്യമായി സംസാരിക്കും. അല്ല അർണവിന് ഇതുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല. എന്നോട് സ്നേഹം കൊണ്ടല്ലല്ലോ വിളിക്കുന്നവരെ ഈ പറയുന്ന റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമ്മൾ ആ റെസ്പെക്ട് തിരിച്ചു തന്നില്ലെങ്കിൽ നമ്മൾ പോകില്ല. അപ്പോൾ ആദ്യം ഞങ്ങൾ കുറേ കാലം വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയതാണ്. ഒരു ദിവസം മുമ്പ് എൻ്റെ അടുത്ത് വന്ന ആളാണ്. അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെ 1-2 ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യും. പിന്നെ അവരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആരും ചർച്ചയ്ക്ക് പോകില്ല, കോൺഗ്രസ്സുകാർ പോകില്ല, CPM പോകില്ല. അപ്പം എന്നെ അവർക്ക് വേണ്ടത് ഇടതുപക്ഷ നിരീക്ഷകനാണ്. എനിക്കൊരു താല്പര്യമില്ല. എനിക്ക് എൻ്റെ സ്പേസ് നിങ്ങൾ തരികയാണെങ്കിൽ അതൊക്കെ. അല്ലാതെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ആ പാർട്ടി ജോലി ഏൽപ്പിച്ചാൽ അത് ചെയ്യും. അപ്പോൾ അർണവിനൊക്കെ ഒരു ഇരായി കൊടുത്തു എന്നുള്ളതാണ് ഇയാൾ അനിയൻ ചെയ്തത്. ഏതായാലും DK വരും ഇന്ത്യയിൽ ഏറ്റവും, എനിക്ക് തോന്നുന്നു DK തന്നെയാണ് ഇന്ത്യയിൽ കോൺഗ്രസിന്റെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മുഖം. നമ്മളൊരാളെ കാണുമ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തോന്നണം. ഒരുപാട് ആരാധകർ കർണാടകയ്ക്ക് പുറത്ത് DKക്ക് ഉണ്ട്. ഉണ്ട്. അങ്ങനെ ഒരു പ്രസൻസ് ഉണ്ട്. DKക്ക് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് കോൺഗ്രസ്സുകാരുടെ. തോറ്റിരിക്കുന്ന സമയത്ത് DK ആണല്ലോ. പിന്നെ മാത്രമേ ഫണ്ട് എത്തിക്കുന്ന DK അതിൽ മിടുക്കനാണ്. ഫണ്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അയാൾ DK ഒരു ചെറിയ അമിത്ഷാ ഇൻ മേക്കിംഗ് ആണ് DK. ശരിക്കും പ്രധാനമന്ത്രിക്ക് ആക്കേണ്ട ആളാണ്. എനിക്ക് രാഹുൽ ഗാന്ധി ചെയ്യണം മൂപ്പര് മാറുന്നില്ലേ DKനെ പോലുള്ള ആളുകളൊക്കെ പ്രധാനമന്ത്രി മൂപ്പര് പാർട്ടി കെട്ടിപ്പടുക്കും. അത് എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവുകയില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാണെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ എങ്കിലും ഇവരെല്ലാം കൂടി ഈ പാത്രം പിടിച്ചാക്കും. ഇങ്ങനെ പാർട്ടി കെട്ടിപ്പടുക്കാൻ എടുക്കാനാണ്. അത് നമ്മൾ ആ ജോഡോ യാത്രയിൽ മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇയാൾ അളിയനും കൊള്ളാം, പക്ഷെ ഉഡായിപ്പാണ്. അതാണ് പ്രശ്നം. ഉഡായിപ്പാണ്. അത് DKക്ക് പറ്റും. DKനെ അത്യാവശ്യം ഉഡായിപ്പൊക്കെ ഉണ്ട്. ബിസിനസ്സാണ് DK. പക്ഷെ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ വേണം. രാഹുൽ ഗാന്ധി ചെയ്യേണ്ടി ശരിക്കും നരേന്ദ്രമോദിനെ പോലെ. നരേന്ദ്രമോദിനെ പവറും കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട്. പവർ കൈകാര്യം ചെയ്യാതെ മോഡിനെ പോലെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആളെ നിന്നാൽ മതി. ഇപ്പോൾ അയാളെ ഗുണമെന്ന് വെച്ചാൽ ഈ മുസ്ലിംസ്, ക്രിസ്ത്യാനികൾ, OBCക്കാർ, ദളിതരൊക്കെ രാഹുൽ ഗാന്ധി വലിയ പ്രതീക്ഷയോട് കൂടി കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി ചെയ്യുക അധികാരത്തിൽ നിന്ന് മാറുന്നാൽ മതി. എന്നിട്ട് DKക്കൊക്കെ പ്രധാനമന്ത്രി സ്ഥാനം കൊടുക്കുക. DK എന്ന് ഒരു കാരണം വെച്ചാൽ രാഹുൽ ഗാന്ധി ഭീഷണിയാവില്ല. ശശി തരൂരാണ് ചിലപ്പോൾ ഭീഷണിയാവും.
പിന്നെ വേണുഗോപാലിനൊന്നും പ്രധാനമന്ത്രിയാകാനുള്ള ഒരു ആംബിയർ ഒന്നുമില്ല. ഇല്ല. ഇംഗ്ലീഷൊക്കെ ഭയങ്കര മോശം. DK ഒക്കെ ഭയങ്കര ഇംഗ്ലീഷൊന്നും അല്ലെങ്കിൽ DK ഒരു കരിഷ്മയുണ്ട്. പിന്നെ കർണാടകക്കാരനുമാണ്. പിന്നെ DK ഡ്രസ് കോഡ് എല്ലാത്തിനും പറ്റിയൊരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പിന്നെ എനിക്ക് തോന്നുന്നത് അമിക്കബിളായിട്ട് അവർ സെറ്റിൽ ചെയ്യും. DK വിട്ട് കളിക്കാൻ പറ്റില്ല. പിന്നെ DK കഴിഞ്ഞ വിജയത്തിന് വളരെ നിർണായകമാണ് എന്ന് അവിടുത്തെ ജാതി രാഷ്ട്രീയത്തിൽ നിർണായകമാണ് എന്ന് ഈ അദ്ദേഹത്തിനും അറിയാം, സിദ്ധരാമയ്യക്കും അറിയാം. അതുകൊണ്ട് അത് അമിക്കബിളി സെറ്റിൽ ചെയ്യപ്പെടാനാണ് സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.